ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ സ്റ്റുഡിയോ പോയിട്ടുണ്ട്, താത്താരെ ഫ്രണ്ട്സിൻ്റെ കൂടെ എന്നിട്ട് പോയത്. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ മുമ്പ് ഞാനല്ല വീഡിയോ എടുക്കുന്നുണ്ട്, ഞാൻ അവിടെ ഇവിടെയൊക്കെ നോക്കി നിൽക്കും കേട്ടോ ഗൈസ്. ഇതെൻ്റെ താത്താടെ ഫ്രണ്ടിൻ്റെ ഉമ്മ, താത്താടെ ഫ്രണ്ട്, അങ്ങനെ ഇവിടെയൊക്കെ താത്ത ഫ്രണ്ട്സാണ്. ഭാഗ്യ ചേച്ചി അവിടെ നിന്ന് ഡ്രസ്സൊക്കെ നോക്കുന്നുണ്ട്. ഞാനവിടെ അങ്ങനെ കണ്ണായുടെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങളുമില്ല. എന്നിട്ട് ഞാൻ മമ്മനാണോട് ഞാൻ നോക്കണ്ടേ, എന്നിട്ട് ഞാൻ തിരിച്ച് മമ്മ വന്നപ്പോഴാണ് ഞാനവിടെ കണ്ടത്. എന്നിട്ട് മമ്മയുടെ കൂടെ ഞാൻ പോയി. അവിടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. കുറേ കളക്ഷൻസ് ഉണ്ട് ഗൈസ് സ്റ്റുഡിയോയിൽ. നമ്മുടെ ചാവക്കാട് സ്റ്റുഡിയോയിലാണ് കേട്ടോ ഗൈസ്. ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കണം, ഒക്കെ എടുത്ത് ടെസ്റ്റ് ചെയ്യണം ഗൈസ് എല്ലാവരും. ഞാൻ ആദ്യം ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് താത്തയുടെ ഫ്രണ്ട്സൊക്കെ ഇത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്ലഷ്, ലിപ്സ്റ്റിക്ക്, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ. ഞാനിത് ലിപ്സ്റ്റിക്ക് ഓക്കെ ഞാൻ ആദ്യം ടെസ്റ്റ് ചെയ്തത് അവിടെ നിന്നാണ് കേട്ടോ. പക്ഷെ അധികമൊന്നുമില്ല, ഒരെണ്ണം ടെസ്റ്റ് ചെയ്തോളൂ. ഞാൻ കൈമൊന്നും തൊട്ടൊക്കെയാണ് കേട്ടത്. അത് പിന്നെ അവിടെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു, ഹൈലൈറ്റർ, സ്പ്രേ, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ ടെസ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ തീർന്നിരിക്കണം ഗൈസ്, അതാണ് അതിൻ്റെ കാര്യം. ലിപ്സ്റ്റിക് ഒന്നുമില്ല, സ്പ്രേയൊക്കെ തീർന്നിരിക്കണം അവിടെ ടെസ്റ്റ് ചെയ്യാൻ വെച്ചതൊക്കെ. ഞാനവിടെ കണ്ണാടിയിലൊക്കെ നോക്കി കളിക്കണ്ടായിരുന്നു. പിന്നെ അവിടെ കുറേ ഡ്രസ്സുണ്ട്, ചെരുപ്പുണ്ട്, ആക്സസറീസ് ഉണ്ട്, ബാഗുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഷൂ വേറെ ഉണ്ട് ഗൈസ്. ഇതിനൊക്കെ 99, 199, 299 അങ്ങനത്തെ റേഞ്ചിലാണ് ഇതൊക്കെ വരുന്നത്. കണ്ണാടൊക്കെ നന്നായിട്ടുണ്ട്. ഞാനിവിടെ ചെരുപ്പ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണ്ടായിരുന്നു. കുറേ ചെരുപ്പുണ്ട് ഗൈസ്, നല്ല ചെരുപ്പാണ് ഇതൊക്കെ. പക്ഷെ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വെള്ള പാൻറ്റ് കണ്ടു ഗൈസ്, വെള്ള പാൻറ്റ്. ആദ്യം എന്നിട്ട് നോക്കി, പിന്നെ കുറേ നോക്കി. ഇവിടെ ഇങ്ങനെ ജീൻസിൻ്റെ പാവാട അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്പ്രേ അടിച്ചു നോക്കി. പക്ഷെ മണം നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ അത് അത്രയ്ക്ക് കുറച്ച് കഴിയുമ്പോഴത്തേനും ഛർദ്ദിക്കാൻ വരും ഗൈസ്. അത് പറഞ്ഞത് മനസ്സിലാട്ടോ. ഞാനപ്പോൾ എന്തോ ഫോണിൽ എന്തോ കാണിക്കുകയാണ് സാധനം. ഇവരെല്ലാവരും സ്പ്രേ അടിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ കുറേ ഡ്രസ്സ് കാണിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയുണ്ടായി. ഞാനിപ്പോൾ ഇവിടെ ഇല്ല. പിന്നെ ഞാൻ ലിപ്സ്റ്റിക്കിൻ്റെ അടുത്ത് വന്ന് അവരവിടെ ലിപ്സ്റ്റിക്കൊന്ന് നോക്കി നിൽക്കുകയാണ്. ഞാൻ അവർ എന്താണ് ബ്ലഷും ഹൈലൈറ്ററും ഒക്കെ എടുത്ത് തേക്കാനൊക്കെ അതല്ലേ ഇവർ ടൂട്ടസൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മേലെ ഗ്ലോ ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. പിന്നെ ഇങ്ങനത്തെ കുറേ ഡ്രസ്സുണ്ട് അവിടെ, പാവാട ഒക്കെ ഉണ്ട്. പാവാടയല്ലേ ഗൈസ്, ഞാൻ പാവാട എന്നാണ് ശരിക്കും ഉദ്ദേശിച്ചത്, പക്ഷേ അത് ട്രൗസർ ഗൈസ്. പിന്നെ അതിൻ്റെ ഷർട്ടിനുണ്ട്. പിന്നെ ഇതെനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ കുറേ ഡ്രസ്സൊക്കെ നോക്കി. പിന്നെ നമ്മൾ നേരെ സ്റ്റെപ്പ് കയറിപ്പോയി സെക്കൻഡ് ഫ്ലോറിലേക്ക്. സെക്കൻഡ് ഫ്ലോറിൽ ഞാൻ വിചാരിച്ചു ബോയ്സിൻ്റെ കളക്ഷനാണ് ഗൈസ്. അവിടെ ചെന്നപ്പോൾ തന്നെ ബോയ്സിൻ്റെ കളക്ഷനായിരുന്നു ഗൈസിലുണ്ട്. പിന്നെ ബോയ്സിൻ്റെ കളക്ഷനായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് നീങ്ങി പോയപ്പോഴാണ് ഗേൾസിൻ്റെ കളക്ഷനായത് കേട്ടോ. അപ്പോൾ അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യത്തിന്. ഇങ്ങനെ പോകുമ്പോഴും ബോയ്സിൻ്റെ ഒക്കെ പാൻറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ പോയപ്പോൾ ഗേൾസിൻ്റെ ഗൈസ്. ഞാനിവിടെ നിന്ന് വട്ടം ചുറ്റിക്കൊണ്ടിരിക്കണം. ഞാൻ ഉമ്മനെ പിടിച്ചൊളിച്ച് കൊടുന്നിട്ട് എന്നിട്ട് കണ്ണായിലൊക്കെ നടന്ന് നോക്കി. അവിടെ നിന്നൊക്കെ നടന്നു ഗൈസ്. ഇവിടെ ഷൂവിൻ്റെ അടിപൊളി കളക്ഷൻ ഉണ്ട്. ഞങ്ങൾ ഷൂവിൻ്റെ അവിടെയൊക്കെ പോയി നോക്കി ഗൈസ്. ആ ബാഗ് എന്തായാലും എനിക്ക് വാങ്ങണം ഗൈസ്. പിന്നെ താത്താടെ ഫ്രണ്ടിൻ്റെ ഡ്രസ്സ് ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ അവിടെ അങ്ങോട്ട് കുടുങ്ങി ഗൈസ്. സ്റ്റുഡിയോയിൽ കുടുങ്ങിയിട്ട് കുറേ കഴിഞ്ഞിട്ട് അവർ എന്താണ് ചായ ഇട്ട് നോക്കിയിട്ടും കിട്ടണില്ല, അതാക്കി നോക്കിയിട്ടില്ല, കിട്ടണില്ല. അങ്ങനെ കുറേ കഴിഞ്ഞിട്ടാണ് കിട്ടിയത് ഗൈസ്. പക്ഷേ അവരെ ലോക്ക് കേടായിരുന്നു കേട്ടോ. അത് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കേടായിരുന്നു. ലാസ്റ്റ് എങ്ങനെയൊക്കെ സ്ക്രൂ ഒക്കെ അയച്ചെടുത്തിട്ട് ആ ചേച്ചിന് പുറത്ത് ഇറക്കിട്ടോ. പക്ഷേ ചേച്ചി പുറത്തിറങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും കരഞ്ഞു ഗൈസ്. അപ്പോൾ അവർ തുറക്കണുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ അവിടുത്തെ ഡ്രസ്സൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ നിൽക്കുമ്പോൾ വന്നാൽ ടെസ്റ്റ് ചെയ്യാൻ പോയത്. പിന്നെ ഭാഗ്യ ചേച്ചിനെ കിട്ടി ഗൈസ്. ഭാഗ്യ ചേച്ചി ഇങ്ങനെ കാകയുണ്ടെങ്കിലും അങ്ങോട്ട് പുറത്തേക്ക് ഇങ്ങനെ ആ ഡ്രസ്സ് ട്രയൽ റൂമിൽ നിന്നാണ്ട് ഇറങ്ങിയിട്ട് അവിടെ എത്തുമ്പോഴത്തേന് നിന്ന് കണ്ടില്ലേ, അവിടെ നിന്നാണ്ട് കരഞ്ഞു പൊളിച്ച് കരഞ്ഞു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പോയി. സിറ്റിയിൽ വന്നാൽ ശ്രദ്ധിക്കണം ഗൈസ്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ കരഞ്ഞ് വീട്ടിൽ പോകേണ്ടി വരും. ഓക്കെ ഗൈസ്, ഞാൻ എന്തിനാണോ ഇങ്ങനെ ചിരിക്കാൻ കേട്ടോ, എന്തിനാണെന്ന് എനിക്കറിയില്ല. പിന്നെ അങ്ങോട്ട് ബസ് കയറാൻ പോകുമായിരുന്നു. അവരൊക്കെ സ്റ്റാൻഡിക്കും നമ്മൾ ഇവിടെ നിന്ന് ബസ് കയറാൻ പോകട്ടോ ഗൈസ്. സ്റ്റുഡിയോയിലായിരുന്നു. പക്ഷെ സ്റ്റുഡിയോയിൽ കയറുമ്പോൾ ശ്രദ്ധിക്കാം നിങ്ങളെ ഡ്രസ്സ് റൂമിൽ കേട്ടോ, അല്ലെങ്കിൽ കരഞ്ഞ് പൊടിക്കാൻ കരഞ്ഞ് വരേണ്ടി വരും. അപ്പോൾ പിന്നെ ബസ്സിൽ പോകുമ്പോൾ വീഡിയോ എടുക്കണം.
അപ്പോൾ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ ഫോം വിളിക്കുന്നുണ്ട്, അതിൻ്റെതാണ് ഷോട്ട്. ഫോം വിളിച്ചിട്ട് ഫോം വിളിക്കുന്നുണ്ട്, എടുത്തിട്ടൊന്നുമില്ല. എന്നാൽ ഞാനിങ്ങനെ ഇതാക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വാപ്പാക്ക് വിളിക്കായിരുന്നു, പിന്നെ അതാ വീണ്ടും എടുത്ത് വെറുതെ കണ്ടുകൊണ്ടാക്കണം. അപ്പോൾ താങ്ക് യു, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്.